Warm welcome to all of you to Savinu's Maths Plus. Good morning dear students. എല്ലാവർക്കും +1 ഇംപ്രൂവ്മെന്റ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. ഇന്ന് നമ്മൾ പുതിയൊരു കൺസെപ്റ്റാണ് പഠിക്കുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷന് സാധാരണ ഇതിൽ 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങളോട് ചോദിക്കാറ്. ഒറ്റ ക്വസ്റ്റ്യനാണ് സാധാരണ ചോദിക്കുക, അതിന് 4 മാർക്കാണ്. അപ്പോൾ 4 മാർക്ക് വളരെ ഈസി ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ടോപ്പിക്കിലേക്ക് പോകാം. എന്താ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ? പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഒരു നാച്ചുറൽ നമ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അത് പ്രൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണിത്, പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അപ്പോൾ നമുക്ക് പി ഓഫ് എൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു വിചാരിക്കാം. പി ഓഫ് എൻ ഈസ് എ സ്റ്റേറ്റ്മെന്റ് കൺസേണിംഗ് നാച്ചുറൽ നമ്പേഴ്സ് സച്ച് ദാറ്റ് പി ഓഫ് 1 ഈസ് ട്രൂ. ഓൾസോ പി ഓഫ് k + 1 ഈസ് ട്രൂ whenever p of k ഈസ് ട്രൂ. Then the principle of mathematical induction states that the result is true for all natural numbers. അപ്പോൾ പി ഓഫ് എൻ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റിൽ പി ഓഫ് 1 ട്രൂ ആണ്. ഫസ്റ്റ് നാച്ചുറൽ നമ്പർ 1 അല്ലേ? അപ്പോൾ ഫസ്റ്റ് നാച്ചുറൽ നമ്പർ ആയിട്ടുള്ള 1 ട്രൂ ആണ് ആ റിസൾട്ട്. പിന്നെ ആ റിസൾട്ട്, ആ സ്റ്റേറ്റ്മെന്റ് പി ഓഫ് k + 1, അതായത് k + 1 ട്രൂ ആണ്. എപ്പോഴൊക്കെ അത് കെക്ക് ട്രൂ ആവുന്നു അപ്പോഴൊക്കെ k + 1 ട്രൂ ആണ്. കെ കഴിഞ്ഞാൽ തൊട്ടടുത്ത നാച്ചുറൽ നമ്പർ k + 1 അല്ലേ? അപ്പോൾ കെ എന്ന് പറഞ്ഞ നാച്ചുറൽ നമ്പറിന് ട്രൂ ആകുമ്പോഴൊക്കെ k + 1 ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ ആ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പറയുന്നത് എന്താണ്? ആ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആ റിസൾട്ട് എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ട്രൂ ആയിരിക്കും. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു സംഗതി പ്രൂവ് ചെയ്യണമെങ്കിൽ 3 സ്റ്റെപ്പായിട്ട് നമ്മൾ അറിയാം. ഫസ്റ്റ് സ്റ്റെപ്പ്, പ്രൂവ് ദാറ്റ് ദ റിസൾട്ട് ഇസ് ട്രൂ ഫോർ n = 1. Second step, assume that the result is true for n = k. And the third step is that prove that the result is true for n = k + 1. ഈ 3 സ്റ്റെപ്പ് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് പ്രൂവ് ചെയ്യണമെങ്കിൽ 3 സ്റ്റെപ്പ് ഏതൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റെപ്പ്, പ്രൂവ് ദാറ്റ് ദ റിസൾട്ട് ഇസ് ട്രൂ ഫോർ n = 1. n = 1 ആ റിസൾട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാം. അത് വളരെ ഈസിയാണ്. നമുക്ക് തന്നിട്ടുള്ള റിസൾട്ടിന് n-ന്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്, n = 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക. അതിന് നമുക്ക് തന്നിട്ടുള്ള റിസൾട്ടിൽ n ഉണ്ടാവും, ആ n-ന് 1 കൊടുക്കുക. സെക്കൻഡ് സ്റ്റെപ്പും വളരെ ഈസിയാണ്. n = k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്താൽ മതി. n = k ട്രൂ ആണെന്ന് നമ്മൾ സങ്കല്പിച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള റിസൾട്ടിൽ n-ന്റെ സ്ഥാനത്ത് k കൊടുത്താൽ മാത്രം മതി. തേർഡ് സ്റ്റെപ്പാണ് ഇത് വളരെ ഇമ്പോർട്ടന്റ്. n = k ട്രൂ ആണെന്ന് പറഞ്ഞ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? n = k + 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. n-ന്റെ സ്ഥാനത്തൊക്കെ k + 1 കൊടുത്ത റിസൾട്ടും ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ 3 സ്റ്റെപ്പ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ട് ഒരു പ്രോബ്ലം പ്രൂവ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? n = 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? n = k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക. ഈ 2 സ്റ്റെപ്പും വളരെ ഈസിയാണ്. ഇവിടെ n = 1 എന്ന് കൊടുത്താൽ മാത്രം മതി. ഇവിടെ n = k എന്ന് കൊടുത്താൽ മാത്രം മതി. തേർഡ് സ്റ്റെപ്പാണ് വളരെ ഇമ്പോർട്ടന്റ്. n = k + 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ചില ബോർഡ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ നോക്കാം, വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള. Prove using principle of mathematical induction that 7 raised to n minus 3 raised to n is divisible by 4. ഈ 7 raised to n minus 3 raised to n എന്ന് പറയുന്നത് 4 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് മോഡൽ 2020 മാർച്ച് 2000, അതായത് ഈ വർഷം മോഡലിലും മാർച്ചിലും ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? n = 1 ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക. എന്താ പി ഓഫ് n എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്? ഇവിടെ പി ഓഫ് n ഈസ് ദാറ്റ് 7 raised to n minus 3 raised to n ഈസ് divisible by 4. അപ്പോൾ പി ഓഫ് 1 നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് n = 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യല്ലേ? പി ഓഫ് 1 അങ്ങനെയാണ്, n = 1 കൊടുക്കുക. 7 raised to 1 minus 3 raised to 1 ഈസ് divisible by 4. 7 raised to 1 is 7, minus 3 raised to 1 is 3. 7 minus 3, 4 is divisible by 4. എന്ന് പറഞ്ഞാൽ 4 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണ്. 4 4 കൊണ്ട് ഹരിക്കാൻ പറ്റൂലേ? 4/4 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അപ്പോൾ 4 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന പറഞ്ഞത് എന്താണ്? ഈസ് ട്രൂ. അത് ട്രൂ ആണ്. അപ്പോൾ പി ഓഫ് 1 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? n = k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്താൽ മതി. n = k കൊടുത്തിട്ട് ആ റിസൾട്ട് എഴുതിയാൽ മാത്രം മതി എന്നർത്ഥം.
അപ്പോൾ n ഈക്വൽ ടു കെ, അതായത് പി ഓഫ് കെ, പി ഓഫ് n ഈക്വൽ ടു കെ എന്ന് പറഞ്ഞാൽ പി ഓഫ് n ആണ് നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. n ഈക്വൽ ടു കെ ആവുമ്പോൾ എന്താണ് പി ഓഫ് കെ, പി ഓഫ് കെ എന്തായിരിക്കും 7 റേസ് ടു കെ മൈനസ് 3 റേസ് ടു കെ, 7 റേസ് ടു കെ മൈനസ് 3 റേസ് ടു കെ ഈസ് ഡിവിസിബിൾ ബൈ 4. അതായത് 7 റേസ് ടു കെ മൈനസ് 3 റേസ് ടു കെ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നതാണെന്ന് അർത്ഥം. നമുക്ക് ഇതിന് 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നതാവണമെങ്കിൽ ഇത് 4ന്റെ ഗുണിതമാവണ്ടേ, മൾട്ടിപ്പിൾ ആവണ്ടേ. 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും 8 അല്ല, 8നെ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. കാരണം എന്താ, 4ന്റെ ഗുണിതമാണ് 8. അപ്പോ ഇതിനെ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റണമെങ്കിൽ ഇത് 4ന്റെ ഗുണിതമാവണം. അപ്പൊ നമുക്ക് 7 റേസ് ടു കെ മൈനസ് 3 റേസ് ടു കെ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് പറയാം. 4m എന്ന് എഴുതാം നമുക്ക്. 4 ഇൻറ്റു സംതിങ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. അപ്പോൾ 7 റേസ് ടു കെ മൈനസ് 3 റേസ് ടു കെ എന്ന് പറഞ്ഞാൽ എന്താവണം? 7 റേസ് ടു കെ മൈനസ് 3 റേസ് ടു കെ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റണമെങ്കിൽ 7 റേസ് ടു കെ മൈനസ് 3 റേസ് ടു കെ എന്ന് പറയുന്നത് 4ന്റെ ഗുണിതമാവണം, 4ന്റെ മൾട്ടിപ്പിൾ ആവണം. 4ന്റെ ഗുണിതം നമ്മൾ എങ്ങനെ എഴുതാം? 4 ഇൻറ്റു സംതിങ്. ഇപ്പൊ 4k എന്നോ 4 ലാംഡാന്നോ എന്ത് വേണമെങ്കിലും എഴുതാം. നമുക്ക് 4m എഴുതി വിചാരിക്കാം. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് n ഈക്വൽ ടു കെക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. തേർഡ് സ്റ്റെപ്പ് എന്താണ്? n ഈക്വൽ ടു കെ പ്ലസ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1, പി ഓഫ് കെ പ്ലസ് 1 എങ്ങനെ കാണാം? n സ്ഥാനത്ത് കെ പ്ലസ് 1 കൊടുക്കുക. അപ്പോൾ 7 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 3 റേസ് ടു കെ പ്ലസ് 1. ഇതെങ്ങനെ എഴുതാം? 7 റേസ് ടു കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 7 റേസ് ടു കെ ഇൻറ്റു 7 റേസ് ടു 1 ആണ്, മൈനസ് 3 റേസ് ടു കെ ഇൻറ്റു 3 റേസ് ടു 1. എന്താ? എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ, എക്സ് റേസ് ടു എം പ്ലസ് എൻ. അപ്പോൾ 7 റേസ് ടു കെ ഇൻറ്റു 7 റേസ് ടു 1 എന്ന് പറഞ്ഞാൽ എന്താ? 7 റേസ് ടു കെ പ്ലസ് 1 ആണ്. അപ്പോൾ 7 റേസ് ടു കെ പ്ലസ് 1 എങ്ങനെ എഴുതാൻ പറ്റും? അപ്പോൾ 7 റേസ് ടു കെ ഇൻറ്റു 7 മൈനസ് 3 റേസ് ടു കെ ഇൻറ്റു 3. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ക്വാണ്ടിറ്റി നമ്മൾ മൈനസ് ചെയ്യുന്നു, അത് തന്നെ ആഡ് ചെയ്യുന്നു. അപ്പോൾ 7 ഇൻറ്റു 3 റേസ് ടു കെ നമ്മൾ മൈനസ് ചെയ്തു, അത് തന്നെ ആഡ് ചെയ്തു. 7 ഇൻറ്റു 3 റേസ് ടു കെ നമ്മൾ എന്ത് ചെയ്തു? 7 ഇൻറ്റു 3 റേസ് ടു കെ നമ്മൾ മൈനസ് ചെയ്തു, അത് തന്നെ ആഡ് ചെയ്തു. അപ്പോൾ വ്യത്യാസമില്ല, അത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്താൽ അത് തന്നെ ഉള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് 7 ഈ 2 ടേം എടുത്തു കഴിഞ്ഞാൽ ഈ 2 ടേമിൽ നിന്നും ഏത് കോമൺ ആണ്? ഇവിടെ 7 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്. അപ്പോൾ ഈ 2 ടേമിൽ നിന്നും 7 കോമൺ എടുക്കാം. 7 ഇൻറ്റു ഇവിടുന്ന് 7 എടുത്താൽ ബാക്കി എന്താണുള്ളത്? 7 റേസ് ടു കെ മൈനസ് ഇവിടുന്ന് 7 എടുത്താൽ ബാക്കി എന്താണുള്ളത്? മൈനസ് 3 റേസ് ടു കെ. 7 റേസ് ടു കെ മൈനസ് 3 റേസ് ടു കെ. ഇനി ബാക്കിയുള്ളത് ഈ ടേമും ഈ ടേമും ആണ്. ഈ ടേമിൽ ഏത് കോമൺ? ഇവിടെ 3 റേസ് ടു കെ ഉണ്ട്, ഇവിടെ 3 റേസ് ടു കെ ഉണ്ട്. അപ്പോൾ പ്ലസ് 3 റേസ് ടു കെ കോമൺ എടുക്കാം. 3 റേസ് ടു കെ ഇൻറ്റു ഇവിടുന്ന് 3 റേസ് ടു എടുത്താൽ കെ എടുത്താൽ ബാക്കി 7 ആണുള്ളത്. ഇവിടുന്ന് 3 റേസ് ടു കെ എടുത്താൽ ബാക്കി മൈനസ് 3 ആണുള്ളത്. അപ്പോൾ മൈനസ് 3 is equal to 7 into what is 7 raised to k minus 3 raised to k? 7 raised to k minus 3 raised to k 4m ആണ്. അത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 7 into ഇത് നമുക്ക് 4m എഴുതാം. പ്ലസ് 3 raised to k into 7 minus 3 എന്താണ്? 4. അപ്പോൾ ഇത് രണ്ടും 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അപ്പോൾ 7 into 4m എന്ന് പറഞ്ഞാൽ 7 into മൾട്ടിപ്പിൾ ഓഫ് 4 into 3 raised to k into 4. അപ്പോൾ ഇതും 4ന്റെ മൾട്ടിപ്പിൾ ആണ്, ഇതും 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇത് ഒന്നിച്ച് എന്തായിരിക്കും? 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇത് ഒന്നിച്ച് 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഇതിനെ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നതായിരിക്കും അല്ലേ? ഇത് 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ ഈസ് ഡിവിസിബിൾ ബൈ 4, ഈസ് ഡിവിസിബിൾ ബൈ 4. അപ്പോൾ ഇത് 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 എടുത്തപ്പോൾ അതും ഡിവിസിബിൾ ബൈ 4 ആണ്. അപ്പോൾ നമ്മൾ ആ റിസൾട്ട് n equal to k plus 1 നും ട്രൂ ആണ്. therefore p of k plus 1 is true. അപ്പോൾ p of k plus 1 എന്താണ്? ട്രൂ ആണ്. therefore by principle of mathematical induction p of n is true. നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് p of n, അതെന്താണ്? ട്രൂ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് കരുതുന്നു. ഇത് തന്നെയാണ് മോഡലിലും മാർച്ചിലും ഈ വർഷം ചോദിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2019 prove using principle of mathematical induction that 1 into 2 plus 2 into 3 plus etc plus n into n plus 1 equal to n into n plus 1 into n plus 2 by 3. ഇതാണ് ഈ ഒരു സീരീസിന്റെ സമ്മ് ഇതാണെന്ന് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പ്രൂവ് ദാറ്റ് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ n equal to 1. അപ്പോൾ ഇത് p of n ആണ്. we are given that p of n is equal to 1 into 2 plus 2 into 3 plus etc plus n into n plus 1 is equal to n into n plus 1 into n plus 2 divided by 3. So what is p of 1? p of 1 എന്തായിരിക്കും? ഇവിടെ ഈ റിസൾട്ടിൽ n ന്റെ സ്ഥാനത്ത് 1 കൊടുക്കാം. ഈ റിസൾട്ടിൽ n ന്റെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ വരും 1 into 1 plus 1 into 1 plus 2. 1 into 1 plus 1 into 1 plus 2 divided by 3.
അപ്പോൾ നമുക്ക് 1 + 2 3 ആണ്. ഈ 1 + 2 3 3 ക്യാൻസൽ ചെയ്യുമ്പോൾ 1 + 1 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ P(1) = 2 എന്ന് പറഞ്ഞാൽ ശരിയാണോ? P(1) = 2 എന്ന് പറഞ്ഞാൽ ശരിയാണ്. കാരണം നമുക്ക് ഇവിടെ ഫസ്റ്റ് ടേം എന്താണ് 1 × 2, ഇതാണ് 1 × 2 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? അപ്പോൾ P(1) = 2, ഇവിടെ ഫസ്റ്റ് ടേം 1 × 2 അത് തന്നെയാണ്. അപ്പോൾ P(1) എന്ന് പറഞ്ഞാൽ ഈ സീരീസിലെ ഫസ്റ്റ് ടേം കിട്ടി. അപ്പോൾ നമുക്ക് ഈ റിസൾട്ട് n = 1 ട്രൂ ആണെന്ന് പറയാം. സോ therefore P(1) is true. അപ്പോൾ P(1) എന്താണ്? ട്രൂ ആണ്. അപ്പോൾ P(1) ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. So let us assume that the result is true for n = k. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? P of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യാം. എങ്ങനെ P of k ട്രൂ എഴുതാം? 1 × 2 + 1 × 2 + 2 × 3 + etc. plus k × k + 1. n = k ക്ക് കൊടുക്കുക. അപ്പോൾ k × k + 1 = k × k + 1 × k + 2 divided by 3. ഈ റിസൾട്ട് നമ്മൾ വെറുതെ എഴുതിയാൽ മാത്രം മതി. n = k ക്ക് ട്രൂ ആയിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ അങ്ങ് എഴുതി. 1 × 2 + 2 × 3 + etc. plus k × k + 1 = k × k + 1 × k + 2 divided by 3. ഇനി നമ്മൾ ഇപ്പോൾ ആദ്യത്തെ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞു. n = 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. n = k ക്ക് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അസ്യൂം ചെയ്യാന്ന് പറഞ്ഞാൽ n = k കൊടുത്ത ആ റിസൾട്ട് വെറുതെ അങ്ങ് എഴുതിയാൽ മതി. ഇനി P of k + 1 നോക്കാം. P of k + 1 എന്ന് പറഞ്ഞാൽ k + 1 ഈ റിസൾട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ k + 1 P of k + 1 എങ്ങനെയാ വരിക? 1 × 2 + 2 × 3 + etc. plus n plus k × k + 1 plus ഒരു ടേമും കൂടെ ഉണ്ടാവും. P of k + 1 നമ്മൾ ഒരു ടേമും കൂടെ എഴുതണം. ഇവിടെ k × k + 1 ആണ്. k കഴിഞ്ഞാൽ അടുത്ത ടേം എന്തായിരിക്കും? k + 1 ആയിരിക്കും. k + 1 കഴിഞ്ഞാൽ അടുത്ത ടേം എന്തായിരിക്കും? k + 2 ആയിരിക്കും. അപ്പോൾ ഇത് P of k ആണ് 3. അപ്പോൾ P of k + 1 എന്നാൽ ഒരു ടേമും കൂടെ എഴുതണം. k എന്നുള്ളത് k + 1 ആവും. × k + 1 എന്ന് പറയുന്നത് എന്താവും? k + 2 ആവും. ഇതാവും. ഇനി നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് P of k + 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെ P of k + 1 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുക? ഇവിടെ n സ്ഥാനത്തൊക്കെ k + 1 കൊടുത്ത റിസൾട്ട് നമുക്ക് കിട്ടണം. ഇത് സിംപ്ലിഫൈ ചെയ്താൽ n സ്ഥാനത്തൊക്കെ k + 1 കൊടുത്ത റിസൾട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടണം? ഇവിടെ n k + 1 കൊടുത്താൽ k + 1 × k + 1 + 1 എന്ന് പറഞ്ഞാൽ k + 2 × k + 1 + 2 എന്ന് പറഞ്ഞാൽ k + 3. അപ്പോൾ k + 1 × k + 2 × k + 3 ഹോൾ ഡിവൈഡ് ബൈ 3 ഇതാ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1 × 2 + 2 × 3 + etc. plus k × k + 1 plus k + 1 × k + 2. ഇതിന്റെ റിസൾട്ട് നമുക്കറിയാം. 1 × 2 + 2 × 3 + etc. plus k × k + 1. ഇതിന്റെ റിസൾട്ട് എന്താണ്? k × k + 1 × k + 2 by 3 is equal to k × k + 1 × k + 2 divided by 3 ആണ്. ഇത്രയും റിസൾട്ട് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് റിസൾട്ട് കിട്ടി. പ്ലസ് ഒരു ടേം നമ്മൾ എക്സ്ട്രാ എഴുതിയതാണ് k + 1 × k + 2. അതെങ്ങനെ എഴുതിയത്? k കഴിഞ്ഞാൽ അടുത്ത k + 1 ആയിരിക്കും. k + 1 കഴിഞ്ഞാൽ പിന്നെ അതിനോട് 1 ആഡ് ചെയ്യുമ്പോൾ k + 1 + 1 k + 2 അതായിരിക്കും അടുത്ത ടേം. പ്ലസ് ഇട്ടിട്ട് അടുത്ത ടേം എഴുതി. പ്ലസ് k + 1 × k + 2 പ്ലസ് k + 1 × k + 2. ഓക്കെ, ഇവിടെയും k + 1 × k + 2 ഉണ്ട്. ഇവിടെയും k + 1 × k + 2 ഉണ്ട്. അപ്പോൾ k + 1 × k + 2 നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. k + 1 × k + 2. ഓക്കെ, ഇവിടുന്ന് k + 1 × k + 2 എടുത്താൽ ബാക്കി kയും by 3 ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു k by 3 ഉണ്ടാവും. പ്ലസ് ഇവിടുന്ന് k + 1 × k + 2 അങ്ങനെ തന്നെ എടുത്തു. ബാക്കി 1. അപ്പോൾ എന്താ വരിക? k + 1 × k + 2 ഇവിടെ നമ്മൾ 3 LC എടുത്താൽ ഇവിടെ 3 LC എടുക്കുമ്പോൾ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? 1 × 3 അപ്പോൾ 3. അപ്പോൾ k + 3 by 3. അപ്പോൾ ഇത് k + 1 × k + 2 k + 1 × k + 2 × k + 3 ഹോൾ ഡിവൈഡഡ് ബൈ 3 ആണ്. k + 1 × k + 2 × k + 3 ഹോൾ ഡിവൈഡ് ബൈ 3. അപ്പോൾ n സ്ഥാനത്തൊക്കെ k + 1 കൊടുത്ത റിസൾട്ട് ആണോ ഇത്? നോക്ക്, k + 1 ഇവിടെ n സ്ഥാനത്തൊക്കെ k + 1 കൊടുത്ത റിസൾട്ട് കിട്ടണം. n സ്ഥാനത്ത് k + 1 കൊടുക്കുമ്പോൾ k + 1 ആയി. ഇവിടെ k + 1 കൊടുക്കുമ്പോൾ k + 1 + 1 എന്നാണ് k + 2 ആയി. അതല്ലേ ഇത്? ഇവിടെ ആണെങ്കിലോ k + 1 + 2 k + 1 + 2 പറഞ്ഞാൽ k + 3. അപ്പോൾ k + 1 × k + 2 × k + 3 by 3. ഇത് n സ്ഥാനത്ത് നമുക്ക് തന്നിട്ടുള്ള റിസൾട്ടിൽ n സ്ഥാനത്ത് എന്ത് കൊടുത്ത റിസൾട്ടാണ്? k + 1 കൊടുത്ത റിസൾട്ടാണ്. Therefore P of k + 1 is true. അപ്പോൾ P of k + 1 എന്താണ്? ട്രൂ ആണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രൂവ് ചെയ്തു? P of 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. P of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. P of k ട്രൂ ആണെന്നുള്ള റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് P of k + 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. Therefore by PMI principle of mathematical induction P of n is true. അപ്പോൾ P of n എന്താണ്? ട്രൂ ആണ്.
എന്ന് നമുക്ക് അടുത്ത പ്രോബ്ലത്തിൽ യൂസിങ് PMI പ്രൂവ് ദാറ്റ് n into n plus 1 into n plus 5 is a multiple of 3. n into n plus 1 into n plus 5 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമാണെന്ന് പ്രൂവ് ചെയ്യണം. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഗുണിതം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് n equal to 1. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? P of n എന്താണ്? n into n plus 1 into n plus 5 is a multiple of 3. മൾട്ടിപ്പിൾ ഓഫ് 3 എന്നുള്ളത് m of 3 എഴുതാം നമുക്ക് തൽക്കാലം. മൾട്ടിപ്പിൾ ഓഫ് 3 അത് 3യുടെ മൾട്ടിപ്പിൾ ആണ്, 3ന്റെ ഗുണിതമാണ്. അപ്പോൾ പി എഫ് 1 നോക്കുക എന്താണ്? പി എഫ് 1 ഈസ് ഈക്വൽ 1 into 1 plus 1 into 1 plus 6 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലേ? നോക്ക്, സോറി 1 plus 1 into 1 plus 1 into 1 plus 5 എൻ്റെ സണ്ടൊക്കെ 1 കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ 1 plus 5 എന്ന് പറഞ്ഞാൽ 6 into 2 12 is a multiple of 3. 12 പറഞ്ഞാൽ 3ന്റെ ഗുണിതമല്ലേ? 3 into 4 അല്ലേ 12. അപ്പോൾ 12 is a multiple of 3 എന്ന് പറഞ്ഞത് എന്താണ്? ട്രൂ ആണ്. അപ്പോൾ പി എഫ് 1 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. 12 പറഞ്ഞാൽ 3ന്റെ ഗുണിതമാണ്, 3 into 4 ആണ് 12. അപ്പോൾ പി എഫ് 1 ട്രൂ ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? assume that the result is true for n equal to k. സെക്കൻഡ് സ്റ്റെപ്പ് വളരെ ഈസിയാണ്. n പകരം k കൊടുത്തിട്ട് ആ റിസൾട്ട് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്താൽ മാത്രം മതി. അപ്പോൾ n പകരം k കൊടുക്കുക. അപ്പോൾ k into k plus 1 into k plus 5 p of k എന്ന് പറഞ്ഞാൽ എന്താണ്? k into k plus 1 into k plus 5 is a multiple of 3. k into k plus 1 into k plus 5 അതാണ് പി എഫ് കെ. ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് ഇപ്പോൾ അത് k into k plus 1 into k plus 5 എന്ന് പറഞ്ഞാൽ എന്താ? k square plus 5 plus 1 6k plus 5 is a multiple of 3. ശരിയല്ലേ? k into k plus 1 into k plus 5 എന്ന് പറഞ്ഞാൽ k into k square 1 ഉം 5 ഉം കൂടെ ആഡ് ചെയ്യാം. 1 plus 5 6 അത്രയും k 6k plus 1 into 5 അല്ലെങ്കിൽ k square plus ഇത് 5k plus k 6k plus 1 into 5 അപ്പോൾ ഇത് k cube k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. k square into k cube plus 6k square plus 5k is a multiple of 3. ഇതൊരു 3യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ k square plus k cube plus 6k square plus 5k അത് 3യുടെ മൾട്ടിപ്പിൾ നമുക്ക് എങ്ങനെ എഴുതാം? 3m എന്ന് എഴുതാം. 3ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി പി ഓഫ് കെ പ്ലസ് 1 നോക്കാം. പി ഓഫ് കെ പ്ലസ് 1 അപ്പോൾ 2 സ്റ്റെപ്പ് കഴിഞ്ഞു. പി ഓഫ് കെ പ്ലസ് 1 എങ്ങനെയാ? കാരണം കെയുടെ സ്ഥാനത്തൊക്കെ കെ പ്ലസ് 1 കൊടുക്കുക. അപ്പോൾ ഇവിടെ കെ പ്ലസ് 1 ഇൻറ്റു ഇവിടെ കെ പ്ലസ് 1 പ്ലസ് 1 കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 5 കെ പ്ലസ് 6 is a multiple of 3. ഇത് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇത് മൾട്ടിപ്പിൾ ഓഫ് 3. ഇതൊരു 3യുടെ മൾട്ടിപ്പിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 നമ്മൾ ഇപ്പോൾ എഴുതണ്ട. അപ്പോൾ ഇതെങ്ങനെയാണ് എഴുതുക? ഈക്വൽ ടു കെ പ്ലസ് 1 ഇൻറ്റു ഇതെങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യുക? കെ സ്ക്വയർ പ്ലസ് 2 പ്ലസ് 6 8k പ്ലസ് 2 ഇൻറ്റു 6 12. അപ്പോൾ ഇനി നമ്മൾ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കെ ക്യൂബ് പ്ലസ് 8k സ്ക്വയർ പ്ലസ് 12k പ്ലസ് ഇപ്പോൾ കെ കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്തു. ഇനി 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കിട്ടാം കെ സ്ക്വയർ പ്ലസ് 8k പ്ലസ് 12. ഇതിനെ നമുക്ക് നോക്ക് കെ ക്യൂബ് പ്ലസ് എത്ര കെ സ്ക്വയർ ഉണ്ട്? 8k സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ദാറ്റ് ഈസ് 9k സ്ക്വയർ പ്ലസ് 12k പ്ലസ് 8k ദാറ്റ് ഈസ് 20k പ്ലസ് 12. നോക്കി ഇവിടെ നമുക്കറിയാം ഏത് പി എഫ് കെ എന്താണ്? കെ ക്യൂബ് പ്ലസ് 6k സ്ക്വയർ പ്ലസ് 5k അത് 3m എന്നാണെന്ന് അറിയാം. അപ്പോൾ ഇതിനെ നമുക്ക് കെ ക്യൂബ് പ്ലസ് 6k സ്ക്വയർ പ്ലസ് 5k എന്ന് എഴുതി. കാരണം ഇത് നമുക്ക് അറിയാവുന്നതാണ്, ഇത് 3m ആണ്. ഈ റിസൾട്ട് ഉപയോഗിക്കണം ഇവിടെ. പി എഫ് കെ ഉപയോഗിച്ചുകൊണ്ടാണ് പി എഫ് കെ പ്ലസ് 1 പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ കെ ക്യൂബ് പ്ലസ് 6k സ്ക്വയർ പ്ലസ് 5k എന്ന് എഴുതി. ബാക്കി എന്താണുള്ളത്? ഇവിടെ കെ ക്യൂബ് എഴുതി, 6k സ്ക്വയർ എഴുതിയിട്ടുള്ളൂ, ഇവിടെ 3k സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഒരു ഇവിടെ 6k സ്ക്വയർ എഴുതിയുള്ളൂ, 9k സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഒരു 3k സ്ക്വയറും കൂടെ എഴുതണം. ഇവിടെ 20k ഇവിടെ നമ്മൾ 5k എഴുതിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു 15k ഉണ്ടാവും എഴുതണം പ്ലസ് 12. അപ്പോൾ നമുക്ക് ഇത്രയും സംഗതി എന്താണ്? ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. ഇത് 3m ആണ്. കെ ക്യൂബ് പ്ലസ് 6k സ്ക്വയർ പ്ലസ് 5k ഇത് 3m ആണ്. പ്ലസ് ഇതിൽ നമുക്ക് 3 കോമൺ എടുത്തൂടെ? 3 ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് 5k പ്ലസ് ഇവിടെ 12 അല്ലേ? 5k പ്ലസ് 4. അപ്പോൾ നമുക്ക് ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്, ഇതും 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇതൊന്നും എന്തിന്റെ മൾട്ടിപ്പിൾ ആണ്? ഇതും 3 ഇൻറ്റു സംതിങ് ആണ്, ഇത് 3 ഇൻറ്റു സംതിങ് ആണ്. ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. Therefore പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 എന്താണ്? ട്രൂ ആണ്.
therefore by PMI P of n is true. അപ്പോൾ P of n എന്താണ്? ട്രൂ ആണ്. ഇനി ഇത് നോക്കാം. Proved by using PMI a plus AR plus AR square plus etc plus AR raised to n is equal to a into R raised to n minus 1 by R minus 1. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇതാണ് സ്റ്റേറ്റ്മെന്റ് P of n. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? n equal to 1. P of 1 നോക്ക്. P of 1 എന്ന് പറഞ്ഞാൽ n ന് പകരം 1 കൊടുക്കുക. അപ്പോൾ R raised to 1. R raised to 1 minus 1 divided by R minus 1. അപ്പോൾ നമുക്ക് R minus 1 R minus 1 ക്യാൻസൽ ചെയ്താൽ a. അതല്ലേ ഇവിടെ ഫസ്റ്റ് ടേം. അപ്പോൾ P of 1 is equal to a എന്ന് കിട്ടി. ഇവിടെ ഫസ്റ്റ് ടേം തന്നെയാണ്. അപ്പോൾ അത് ട്രൂ ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? n equal to k ക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്താൽ മാത്രം മതി. അപ്പോൾ k ക്ക് ട്രൂ k കൊടുത്തിട്ട് ഈ റിസൾട്ട് അങ്ങ് എഴുതാം. അതായത് a plus AR plus AR square plus etc plus AR raised to k minus 1 equal to a into R raised to k minus 1 divided by R minus 1. എന്നിന്റെ സ്ഥാനത്തൊക്കെ k കൊടുത്തു. ഇതാണ് P of k. P of k എന്ന് പറയുന്നത് എന്താണ്? a plus AR plus AR square plus etc plus a into R raised to k minus 1 equal to a into R raised to k minus 1 divided by R minus 1. ഇനി ഇത് P of k കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി P of k plus 1 ആണ്. k plus 1 ട്രൂ ആണ്. നമ്മൾ പ്രൂവ് ചെയ്യണം. P of k plus 1 എങ്ങനെയാണ് കിട്ടുക? a plus AR plus AR square plus etc plus AR raised to k minus 1 plus ഇത് കഴിഞ്ഞിട്ട് ഒരു ടേമും കൂടെ എഴുതണം. ഫസ്റ്റ് ടേം എന്താണ്? ഇതൊക്കെ ഫസ്റ്റ് ടേം a ആണ്. a into R raised to ഇവിടെ 1 2 പവർ ഇങ്ങനെ ഓരോന്ന് കൂടി വരിക ചെയ്യുക. ഇവിടെ AR raised to k minus 1 ആണ്. അടുത്തത് k minus 1 നോട് ഒന്ന് ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? k minus 1 plus 1 എന്ന് പറഞ്ഞാൽ മൈനസ് 1 പ്ലസും 1 ക്യാൻസൽ ചെയ്ത് AR raised to k മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്ക്, ഇത്രയും സംഗതികളുടെ റിസൾട്ട് നമുക്കറിയാം. a plus AR plus AR square plus etc plus AR raised to k minus 1 അത് ഇതല്ലേ? P of k അല്ലേ? അതിന്റെ വാല്യൂ നമുക്ക് ഇതറിയാം. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു a into R raised to k minus 1 divided by R minus 1 plus AR raised to k. അപ്പോൾ ഇവിടെ നമുക്ക് R minus 1 LC എടുത്തു. ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? R minus 1 LC എടുത്തു. R minus 1 LC എടുത്താൽ ഇവിടെ R minus 1 കൊണ്ട് മൾട്ടിപ്ലൈ ഉണ്ടേ. അപ്പോൾ a into R raised to k minus 1 plus AR raised to k into R minus 1. ഇവിടെ R minus 1 LC എടുത്താൽ ഇവിടെ R minus 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടുക? ഇത് മൾട്ടിപ്ലൈ ചെയ്യുക സാധാരണ പോലെ. AR raised to k minus a. AR raised to k minus a. a into R raised to k minus a into 1 plus AR raised to k into R. R raised to k into R raised to 1 അല്ലേ ഇത്? R raised to k into R raised to 1 എന്ന് പറഞ്ഞാൽ R raised to k plus 1. അപ്പോൾ a into R raised to k plus 1 minus AR raised to k into 1 AR raised to k whole divided by R minus 1. അപ്പോൾ നമുക്കിവിടെ AR raised to k minus AR raised to k അത് ക്യാൻസൽ ആയി പോയി. ബാക്കി എന്താ ഉള്ളത്? AR raised to k plus 1 AR raised to k plus 1 minus a divided by R minus 1. ഇവിടെ AR raised to k plus 1 minus a divided by R minus 1. ഇവിടെ രണ്ടിലും a കോമൺ ആണല്ലോ. സോ ദിസ് ഈസ് a into R raised to k plus 1 R raised to k plus 1 minus 1 divided by R minus 1. a കോമൺ ആയിട്ട് എടുത്തു. a into R raised to k plus 1 minus 1 divided by R minus 1. ഇവിടെ ഒക്കെ ഇപ്പോൾ നമുക്ക് k plus 1 റിസൾട്ട് ട്രൂ ആണെന്ന് പറയാനായോ? k plus 1 റിസൾട്ട് ട്രൂ ആണെന്ന് പറയണമെങ്കിൽ ഇവിടെ n-ന്റെ സ്ഥാനത്തൊക്കെ k plus 1 കൊടുത്ത റിസൾട്ട് കിട്ടണം. അതല്ലേ ഇത്? a into R raised to k plus 1 R raised to k plus 1 minus 1 by R minus 1. n-ന് k plus 1 കൊടുത്ത റിസൾട്ടാണ്. R അങ്ങനെ തന്നെ എഴുതണം. അപ്പോൾ P of k plus 1 is true. അപ്പോൾ P of k plus 1 എന്താണ്? ട്രൂ ആണ്. P of k plus 1 is true. Therefore by PMI അപ്പോൾ PMI പ്രകാരം P of n is true. P of n എന്താണ്? ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആണ്. ഈ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സജഷൻസ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ നിന്ന് 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഷുവറാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് 4 മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണിത്.
പ്രിൻസിപ്പൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പറുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്തത്. 2000 ഇപ്പോൾ ഈ വർഷവും 2 ക്വസ്റ്റ്യൻ പേപ്പറും കഴിഞ്ഞ വർഷത്തെ 2 ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ 4 ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് തൽക്കാലം നമ്മൾ അവസാനിപ്പിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.